Thank you, Achan, and everyone else for giving me the opportunity to be here to speak a few words from the Word of God. ഇന്ന് നമുക്ക് നമ്മുടെ ഈവനിങ് പോർഷനായിട്ട് തന്നിട്ടുള്ള ഗോസ്പൽ അക്കൗണ്ട് ഇൻ മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 1 to 28 അതായിരിക്കും എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം. So Matthew 24 1 to 28. Let's read the first verse from the chapter. Jesus left and was going away from the temple when the disciples came to him to call attention to its buildings. Yes, he said, you may well look at all these. I tell you this, not a single stone here will be left in its place. Every one of them will be thrown down. Amen. Okay, let me pray. ദൈവമേ സർവ്വപിതാവേ സ്തോത്രം കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ ഇന്നൊരു ദിവസം കർത്താവേ എന്നെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അവസരത്തിന് അവിടുത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ വചനം ഞങ്ങൾ ധ്യാനിക്കാൻ പോകുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കാത്തോണെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ശ്രദ്ധയോടിരിക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങൾ കർത്താവേ സംസാരിക്കാനും ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിശുദ്ധ റുഹായുടെ നിറവും അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്രൂശിന് മറവിൽ കർത്താവ് ഞങ്ങളെല്ലാവരും നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ നാം യാചിക്കുന്നു ദൈവത്തിന്റെ പ്രാർത്ഥന ഉപേക്ഷിക്കുമാറാണ്. So before I start, I just want to say, മലയാളവും ഇംഗ്ലീഷും ഉപയോഗിക്കും. സോറി about that. Anyways, നമ്മുടെ ഈ ഒരു വചനകാലത്തിലേക്ക് കടക്കണമെന്ന് നോക്കാം. The first question that we need to ask everyone today is നോമ്പ്, Lent. What is that? നമ്മളെല്ലാവരും കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ നമ്മൾ നോമ്പെടുക്കുന്നു, പല കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കാൻ നോക്കുന്നു. What is Lent or what is നോമ്പ്? The period of Lent signifies the return to God or a transformation of ourselves from our sins and our common lifestyle to be more with God. അതാണ് ലെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നോൺ വെജ് കഴിക്കുന്നില്ല, ഒരു 50 ദിവസം വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ that is an outward change. What are you changing inwards is the question. അത് എത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് നമ്മളെല്ലാവരോടും നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം it is a really hard thing to change within, and that is what God is asking us to do during Lent. Observe yourself and then change accordingly. The second thing about Lent is accepting the fact that Jesus died for our sins, trying to give meaning for the ultimate sacrifice. And even our order of worship also is acknowledging the fact നമ്മുടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായിട്ടും നമ്മൾ അതിനെ അക്നോളജ് ചെയ്യാനുമാണ് നമ്മൾ ലെന്റ് എടുക്കേണ്ടത്. ആൻഡ് നമ്മുടെ ഓർഡർ വർഷിപ്പ് നമ്മൾ ഇന്ന് ഇപ്പം നമ്മൾ ഈ ഓർഡർ വർഷിപ്പിൽ പോയപ്പോൾ നമ്മൾ തൻ്റെ പിഴന്നുപോത്താലെ നമ്മൾ ആ ചൊല്ലി ഞങ്ങൾക്ക് ഏറ്റവും കഷ്ടത കാഴ്ച നമ്മൾ ആ ചൊല്ലുമില്ലേ. അപ്പം പല ചൊല്ലുകൾ നമ്മൾ ചൊല്ലുമ്പോഴും what we are doing is we are acknowledging that Jesus died for us and that it was not in vain and that ultimate sacrifice has indeed brought salvation to us. അതാണ് നമ്മൾ acknowledge ചെയ്യുന്ന fact, and that is what Lent is. നമ്മുടെ ലെന്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ യേശുക്രിസ്തു നമ്മൾക്ക് തന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു ഹീലിംഗ് ആണ് കാണിക്കുന്നത്. The first one is man with a paralyzed hand, Luke chapter 6 verse 6 to 11. The second was healing of the blind man, John 9 1 to 12. Healing of the sick man, Luke 14 1 to 6. Healing of the ill man, John 5 1 to 18. Man with the evil spirit, Mark 1 21 to 28. And crippled women, Luke 13 10 to 17. എല്ലാവരും കാണുന്നത് യേശു ക്രിസ്തു നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് കൊടുത്തൊരു ഹീലിങ്ങിനെ കുറിച്ചും ആ ഓരോ ഹീലിങ്ങിനും പറയുന്നുണ്ട് യു ആർ നോട്ട് വെൽ എന്നല്ല പറയുന്നത്, യുവർ സിൻസ് ഹാവ് ബീൻ ഫൊർഗിവൻ. അല്ലേ, ഒരു ട്രാൻസ്ഫോർമേഷൻ യേശു ക്രിസ്തു കൊടുക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. So now this is all basically about Lent. I don't want to prolong the time just talking about what Lent is. So in general, Lent signifies transformation in general. Now let's come back to Matthew 24 1 to 28. നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്നൊരു വചനഭാഗമാവുന്നത്. ശിഷ്യന്മാർ ദൈവത്തിനോട് പറയുന്നു, ദൈവം ഈ ദേവാലയം കണ്ടു, എത്ര മനോഹരമായിരിക്കും,
ദൈവം പറയുന്നത് not even one stone will remain in this place, it will be torn down. And disciples are asking, when will this happen? പിന്നെ യേശുക്രിസ്തു പറയുന്നത് the end of the age നെ കുറിച്ച് പറയുന്നു. What are the signs, what are the problems, what are the struggles that people will see during the end of the age? അതാണ് നമ്മൾ അടുത്ത ഏതെങ്കിലും വാക്യത്തിൽ കാണുന്നത്. This passage is referred to as the fifth great discourse of Jesus. What is a discourse? I've heard of the word before, but I didn't know the meaning until today morning. What is a discourse? Discourse is speak or write authoritatively. That is a discourse. So this is the fifth great discourse of Jesus. We have 5 great discourses in the Bible. The first discourse is the Sermon on the Mount. Yesu Christu, how are you supposed to be in order to parayunu? The Sermon on the Mount. The second is the commissioning of the 12 disciples. The third one is parables of the kingdom of heaven. Fourth one is talking of the church. And the fifth is the discourse on end times, or the Olivet discourse. അതാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം. Olivet discourse. എന്തുകൊണ്ട് Olivet discourse? Because this was all said and done in the Mount of Olives. Olivet discourse അല്ല. So we have a general thought that നമ്മൾ എപ്പോൾ ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, okay, Jesus is talking about the second coming, end of times. അത് മാത്രമല്ല യേശുക്രിസ്തു പറയുന്നത്, കുറെ വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. For example, end of times, Jesus is giving you a warning sign, a wake up call. End of times വരുന്നു, you need to be ready. God is entrusting you with a mission when he says the end of times is coming, and that's what we're going to discuss today. In order for our discussions to be better, I've actually separated the 28 verses into 2 parts. Verses 1 to 14 on one side, and verses 15 to 28 on the other side. The first one is destruction of the temple. From verses 1 to 14, the first point is destruction of the temple. ഈ ദേവാലയം എന്ന് പറയുമ്പോഴത്തേക്ക് it was considered one of the 7 wonders of the ancient world, അല്ലേ? A central symbol for Judaism. നമ്മൾ ബൈബിൾ കാണുന്നുണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, അല്ലേ? It was covered in gold, bronze. It was magnificent. It was a central symbol for Judaism, and it was believed to be indestructible and invincible. ഒരു രീതിയിൽ പറഞ്ഞാല് ചില ആൾക്കാർ അഹങ്കാരമായ ഒരു ദേവാലയമായിരുന്നു. ആ സമയത്ത് ദേവാലയം എന്നുള്ള വാക്കിനെ ആലയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനായിരുന്നു അഹങ്കാരവും ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദൈവം സെക്കൻഡറി ആയി പോയി അവിടെ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. ദേവാലയങ്ങളിൽ ദൈവമില്ല, ആലയം മാത്രമേ ഉള്ളൂ. So Jesus is trying to refocus the focus from the building to God. Jesus is trying to refocus disciples to God rather than the buildings dedicated to God. Where really നേരത്തെ പറഞ്ഞ transformation, lengthened transformation ആണ് ഇവിടെ കാണുന്നത്. Jesus is trying to refocus. The second is അപ്പം ശിഷ്യന്മാർ ചോദിക്കുന്നു, when will this happen? അല്ലേ? അപ്പോഴാണ് യേശുക്രിസ്തു ബാക്കി സിമ്പിൾസിനെ കുറിച്ച് പറഞ്ഞത്. The first thing is wars. യുദ്ധം നടക്കും എന്ന് പറയുന്നത്. യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധം എന്നുള്ള വാക്കിനേക്കാൾ ഉപരി പല വലിയ പവർഫുൾ സിമ്പിൾസ് ആണ് കാണിക്കുന്നത്. Signs of Jesus' second coming, അല്ലേ? The emphasis is not on the war. The emphasis is not to be negligent to these signs. God has given you signs. Jesus has told you and taught you signs. You have been given the Spirit to understand these signs. Emphasis is not to be negligent to these signs. So one question that I was just reading through the portion. One question that came to my mind was, well, Jesus is all powerful. God is all powerful. Why can't Jesus just give you the exact time when he's coming? എന്തിനാ ഇത്രയും ഇങ്ങനെ നോക്കി തുറന്ന് ഇങ്ങനെ തുറന്ന് എന്തിനാ? Jesus is telling you a lot of things. Jesus is giving you a lot of subtle signs, like parables. Why can't Jesus give you the exact time when he's coming? And the reason is very simple. It kind of made me laugh when I was reading this. It says, then if Jesus gave you the exact time when he's coming, you would have become lazy and unproductive until that time. And that is human nature. But there are kids, there are parents here. Parents, എൻ്റെ പപ്പയും മമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എല്ലാം അവസാനത്തെ സമയം വരെ നീ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നീ ഓടുന്നു കാര്യത്തിന്. പ്രോജക്റ്റിന്റെ സമയമായാലും സ്കൂളിന്റെ സമയമായാലും. That is human nature, അല്ലേ? When you get
say, okay, I have some more time. Let me just chill out for some more time, and then I'll do my work. That's new generation time. Well, that's everyone's time. So that is exactly why Jesus didn't give you one exact period or a point. That is when Jesus is giving you signs to understand, so that you will be prepared and better and ready to welcome Jesus during your second coming alive. The next answer or a point is when. Shishimari when will all this happen? Okay. So the answer to that is when the gospel has been preached to all the nations. A second chance is being given to you by Jesus to know the truth and repent before destruction. Destruction and you cannot escape it. It is very, very powerful. So ഒരു second chance ആണ് ദൈവം തരുന്നത്. So when people come to you with the gospel, you need to accept it, understand it, accept it and repent. ആ ഒരു second chance പാഴാക്കാതെ എടുക്കുക before the destruction. The fourth point is take heed. Take heed, many will come. Take heed, many will come. വേറെ രീതിയിൽ പറഞ്ഞാൽ പറയുന്നുണ്ട്, there will be a lot of people who will say that I am the Messiah or I am the prophet of the Messiah. So take heed, many will come and they will be liars. Where be cautious. Jesus is warning you. We are called to be discerning so that we will not be deceived. It is a Christian duty to evaluate everything by the word while being sensitive and listening to the Spirit. You need to be cautious when people are coming to you proclaiming that I am the Messiah or that I am the prophet of God. Jesus has not left you empty-handed. Jesus has given you the Holy Spirit to understand what is legit, what is the true God, what is the symbols of the true Messiah. The word that was God. We have the Bible with us, we have the Holy Spirit with us. Now it is our Christian responsibility to understand what is wrong, what is a lie, and what is the truth. About verses 1 to 14 in Parana points first thing is the destruction of the temple or the transformation within us. Second was words or symbols that Jesus is giving, and take heed to those symbols. Third point was when the gospel has reached the whole world. And the fourth one is take heed, many will come. And you need to be discerning so that you will not be deceived through the Spirit and the Bible. Now verses 15 to 28. രണ്ടാം ഭാഗം 15 to 28 പറയുന്നത് കൂടുതലും പറയുന്നത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് വരാൻ പോകുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. One thing that you have to note here, as I have told my Sunday school students as well, Jesus is very honest when it comes to Christianity. യേശു ക്രിസ്തു വളരെയേറെ ഓണസ്റ്റ് ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്. He's not telling it's all going to be roses and great songs and everything. It's going to be a lot of persecutions, trials, troubles. Jesus being honest, he is telling us that you will suffer and be persecuted because you are a Christian. But he will definitely come. Promise you will have persecutions, you will suffer, but I will definitely come once more. This is similar to some of the verses in the Sermon on the Mount. Matthew chapter 5 verse 10 to 12 will പറയുന്നത്, happy are those who are persecuted for my sake, for you will inherit the kingdom of God. Or there are great blessings awaiting you in the kingdom of God. അപ്പം ആ സെയിം ഒരു കാര്യം പറയുന്നത് യേശു ക്രിസ്തു എവിടെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടിയെ കുറിച്ച് പറയുമ്പോഴും യേശു ക്രിസ്തുവിന് അറിയാം, അല്ലെ യേശു ക്രിസ്തു നമ്മളോട് ഓൾറെഡി പറയുന്നുണ്ട്, സീ ദിസ് ഇസ് ഹാർഡ്. പക്ഷെ നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം? ചില ആൾക്കാർ ഹാർഡ് എന്ന് പറഞ്ഞാൽ ഉടനെ തിരിഞ്ഞു പോകും. എന്നാ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ നമ്മുടെ the saints, the disciples, what did they do? Even when Jesus said that this was hard, even when they saw by their own hands and by their own eyes that they were going to be persecuted, they never went backward, they went forward. So this is what basically Christianity and God and Jesus Christ is expecting from us. From the other verses, one of the things that we see is hardships. Indaka hardships and varamam. And after coming back to Matthew 28 verse 15, it says the awful horror, as mentioned by Prophet Daniel. I was reading the Bible, the English version, and
says the awful horror as prophesied by Prophet Daniel. Where so I was reading Malayalam and it said, മ്ലേച്ഛത ഏറെ പ്രവൃത്തികൾ ദേവാലയത്തിൽ നടക്കുന്നു അല്ലെങ്കിൽ നടക്കും. അതാണ് അതിന്റെ മലയാളം എഴുതിയിരിക്കുന്നത്. And that's basically what happened, right? As Jesus prophesied in 70 AD, when the Roman soldiers came in and they destroyed the temple, that's what happened. They defiled and destroyed the temple. അത് ഇന്നും നടക്കുന്നുണ്ട്. We are destroying and defiling the temple through various activities. അത് physical activities ആയിരിക്കത്തില്ല, through our mind ആയിരിക്കാം. So basically, there are issues that we are still facing. The common theme of how bad the issue is in the Bible is basically given in 2 words: run. Run for your life, flee. Vero odatlu vanne valare era fast ആയിട്ട് ഓടുക. Flee for your life. That is the general idea conveyed here, because the end times and the troubles associated with the end times are going to be very, very hard. Verse 21 says, "For the trouble at that time will be far more terrible than any that has ever been from the beginning of the world to this very day." ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രബിൾ ആയിരിക്കും നിനക്ക് അന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത്. That is a sign that God is giving you. ആ സൈനിൽ നമ്മുടെ മുന്നിൽ പെടുന്നുണ്ട്. We will be persecuted. There will be a lot of troubles that you're going to face, but be assured I will come. The second point, പിന്നെയും യേശുക്രിസ്തു പറയുന്നു about false messiah, false prophets, അല്ലേ? There will be a voice from the desert saying, "There is a Messiah," or "He is hiding here." Do not fall for those, for where the dead body is, there will be vultures. So do not heed into false promises and false prophets. You have the Spirit with you, you have the Word, use it wisely. So let me conclude this sermon today by just saying 2 points. This scripture that we just read is not just an explanation of the end times. It is a wake-up call. Where really പറഞ്ഞാൽ ഈ ലെൻസിന് ഇതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൂട്ടബിൾ ഒരു വേഴ്സോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വേറെ ഇല്ല. It is a wake-up call to all of us, including you and me, to repent, to transform, and to come back. The first point I would like to say is repent and look to God. In the right at the evening reading portion, Numbers chapter 21, another Numbers 21 verse 7 like it. We sinned when we spoke against the Lord and against you. Right? When is this happening? When the Israelites are troubled and they are like so annoyed that they go to Moses and say, "Why did you ever bring us out of Egypt? We hate the food that you're giving us. We hate everything that the God is providing us." Allah. So Israelites are they're angry. They're just angry, and they're trying to lash out against God. And God becomes angry. What does He do? What does He do? He sent venomous snakes in midst of the people. Allah. And a lot of people were bit by the snakes and they died. ആ സമയത്ത് അവർക്ക് ഭയം ഉണ്ടാവും, and they were scared, and they come back, and that's what Numbers 21 verse 7 says. We sinned when we spoke against the Lord and against you. They're telling that to Moses. അവരുടെ രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ കാണുന്നു. ആ ഒരു റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വേഴ്സിൽ കാണിക്കുന്നത്. Numbers 21 verse 8 പറയുന്നത്, "Make a snake of bronze and put it there. Whoever looks at it will live." അല്ലേ? ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. So that's the Old Testament. How can you connect that to the New Testament? The Lamb died for us on the cross, right? And it's a symbol. അഗ്നിസർപ്പത്തിനെ ഇസ്രായേൽ മക്കൾ നോക്കിയ പോലെ നമ്മൾ കുരിശിലേക്ക് നോക്കണം. Just not to pray to the cross, but to understand that cross basically is the symbol of the ultimate sacrifice by Jesus. നമ്മുടെ മതത്തിൽ ഞാൻ നോക്കി 3 കുരിശുകളുണ്ട്. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ സർവീസിന് സമയത്ത് നമ്മൾ നോക്കുമ്പോൾ, the only thought that you should have is, well, that is a symbol for the ultimate sacrifice by Jesus Christ. Right? So a symbol of Christ's death. Look at it, repent, and you will be saved. The second point is, and the disciples asked, when will all this happen? When will all this happen? When? Jesus answers in Matthew chapter 24 verse 14.
And this good news about the kingdom will be preached throughout all the world for a witness to all mankind, and then the end will come. Really, brother, the good news that Christ died for you, Christ came for you, died for you, and will come again for you, should reach the ends of the earth. When it reaches the ends of the earth, that will be the time when Christ will come to save you all. So go spell, lay gospel, go spell, go and spell or preach the word of God to the ends of the earth, as the God or Spirit guides you in your own way. I wouldn't say all of you guys to do sermons or to do one activity that is acceptable. നമുക്ക് എല്ലാത്തിനും ദൈവം നമുക്ക് സ്വന്തമായിട്ട് യുണീക്കായിട്ട് ടാലന്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഉപയോഗിക്കുക. For some people it might be to speak out in public. For some people it might be to teach kids. For some people it might be just to involve in the community, show your Christianity by your deeds. Whatever it is, the Spirit will guide you when it's time, and you need to go and spell the word of God. As Matthew chapter 28 verses 19 to 20 says, what does it say? That go, preach and heal the world until I come, and I will be there until the day I come. Where is it? വളരെ എളുപ്പത്തിൽ ഇത്രയും പറഞ്ഞത് 3 വാക്യത്തിൽ തീർക്കാം. Lighted to lighten. നമ്മുടെ സഭയുടെ മോട്ടോ അല്ല. Lighted to lighten. You're all lightened through the church, through your parents, through every other way. You have received Christianity in various ways. So you are lighted. Now it's your Christian responsibility to get lightened or to light others. And with that, I would like to end my words. Thank you all for giving me this opportunity.